ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഡെയിലി ഇടാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ല. എന്തായാലും ഞാൻ ഇടാൻ പറ്റുമെങ്കിൽ നോക്കുന്നുണ്ട്. ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായതുകൊണ്ടാണ്, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കോയമ്പത്തൂർക്ക് പോണ വീഡിയോ ആണ്. അപ്പോൾ പുലർച്ചെ 3 മണിക്ക് പോവുകയാണ് നമ്മൾ, 3:45 ട്രെയിനിന്. അപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. സ്റ്റേഷനിലെത്തിയിട്ട് എത്ര നോക്കിയിട്ട് നമ്മളെ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ പോകാൻ പറ്റണില്ല. ലാസ്റ്റ് എന്ത് ചെയ്ത് ആ കമ്പി ചാടി കിടക്കേണ്ടി വന്നേ. കാരണം അങ്ങനെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ കോയമ്പത്തൂർക്ക് പോണത് കഴിഞ്ഞ ആഴ്ചൻ്റെ മുന്നത്തെ ആഴ്ചയായിട്ട് എടുത്ത വീഡിയോ ആണെന്നൊക്കെ തോന്നുന്നത്. കാരണം ഇത് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ കുറേ പണിയുണ്ട്. അതുമല്ല ടൈം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ല, ഞാൻ പോസ്റ്റ് ഇട്ടിരുന്നു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 3:45 ട്രെയിന് വന്നപ്പോൾ തന്നെ 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കോയമ്പത്തൂർക്ക് പോണത് ഡോക്ടറെ കാണിക്കാനാണ്. ഉമ്മാക്ക് കണ്ണിൻ്റെ കാഴ്ച കുറവ്. അപ്പോൾ പിന്നെ ലേഡീസ് കമ്പാർട്ട്മെന്റ് തന്നെ കിട്ടി, സന്തോഷമായിട്ടുണ്ട്. മേലെ സീറ്റിൽ കയറി ഞാൻ അങ്ങോട്ട് കിടന്നുറങ്ങി. പിന്നെ നിൽക്കുന്നത് ഷൊർണൂർ എത്തിയപ്പോഴാണ്. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്നത് ഒരു കിടിലം വ്യൂ കണ്ടിട്ടാണ്. കിടിലെന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യമാണ് കോയമ്പത്തൂർക്ക് പോണതെങ്കിലും ഇത്രക്കും അടിപൊളി വ്യൂ ഞാൻ കണ്ടിട്ടില്ല. ഉമ്മ അടുത്ത സീറ്റിലായിരുന്നു, അതുകൊണ്ട് ഉമ്മ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഞാൻ എടുക്കാൻ പറഞ്ഞതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഈ കുന്നും ഒക്കെ ആയിട്ട് നല്ല പ്രകൃതി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. എനിക്കും താത്തക്കും മേലത്തെ സീറ്റാണ് കിട്ടിയത്. ഞങ്ങള് പിന്നെ ഉമ്മ ഞങ്ങള് നേരെ ചാടി ഇറങ്ങി. അടിപൊളി വെച്ചാൽ ഞങ്ങൾ എന്താ വിട്ട് നോക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പോലും ഇത്രക്കും നല്ല വ്യൂ ഒന്നും കാടും ഒക്കെ ആയിട്ട് അടിപൊളി. നിങ്ങളെന്നെ കണ്ടു, എന്ത് രസമാണ്. ഇത് ഞങ്ങള് സ്ഥലം നോക്കിയപ്പോൾ വാളയാർ കഴിഞ്ഞിട്ടുള്ള ആ ഏരിയ ഉണ്ട്. വാളയാർ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷൻ ആ ഭാഗമാണ്. അടിപൊളി. പിന്നെ ഞങ്ങൾ വാളയാർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇരിക്കാൻ നിന്നിട്ടില്ല. കാരണം നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ എങ്ങനെയല്ലേ നമ്മൾ സീറ്റിലൊക്കെ പോയിരിക്കുക. അപ്പോൾ ഈ ഡോറ് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് വികില്ല, ലോക്ക് ചെയ്തുകൊണ്ട് ഇരുന്നിങ്ങനെ കാണാം. ആണുങ്ങളറിയാത്തതുകൊണ്ട് നല്ലൊരു പ്രൈവസിയൊക്കെ തോന്നിയിരുന്നു. അധികം ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അധികം തിരക്കൊന്നുമില്ലായിരുന്നേ. ഈ കാഴ്ച കണ്ടോ, ഇത് നേരിട്ട് കാണാൻ ഇതിലും അടിപൊളിയാണ്. കോടമഞ്ഞാണ് ആ കാണുന്ന സംഭവം. എന്ത് ഭംഗിയാലിങ്ങനെ നോക്കിയിരിക്കാൻ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ ഈ ഹോസ്പിറ്റലിലേക്ക് പോണത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ പിന്നെ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ലൈൻ ബസ് മറ്റേ ഇവിടുത്തെ KSRTC മതി, അവിടുത്തെ സർക്കാരിൻ്റെ ബസ്സിലാണ് പോയത്. അത് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അമ്മാതിരി തിരക്ക്, ഒരുമാതിരി ഭാഷയൊക്കെ അവിടുത്തെ തമിഴന്മാരാണ്. ഓക്കെ, ശരിയാണ്, പക്ഷെ ഒരുമാതിരി ഉന്തലും തള്ളലും. ഡോറ് മറ്റേ ഓട്ടോമാറ്റിക് ഡോറാണ്. അവിടെ ആൾ കുടുങ്ങി നിൽക്കുകയാണെന്നൊന്നുമില്ല. ഒരു ടൈമായി അടക്കുക, ആൾക്കാർ ഇറങ്ങിയില്ലെങ്കിലും തുറക്കുക അടക്കുക, അങ്ങനെയൊക്കെ ഒരുമാതിരി ആയിരുന്നു. പിന്നെ അവിടെ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുന്ന് ഒരു സാൻഡ്വിച്ചും കഴിച്ചിട്ട്, നല്ല എഗ് സാൻഡ്വിച്ച് നല്ല ഫില്ലിംഗ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഇട്ടായത് കഴിക്കാൻ. നേരെ ഡോക്ടറെ കാണിച്ച് ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം ഹോസ്പിറ്റലിൽ വീഡിയോ അലൗഡ് ആണോ എന്നറിയില്ല, വേറെ നാടാണ്. അലൗഡ് അല്ലെങ്കിൽ സീനാവും, ചീത്ത വെക്കേണ്ടി വരും, ആകെ നാണം കെടും. അതുകൊണ്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ലൈൻ ബസ്സിലാണ് പോയത്. അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു, തിരക്കൊന്നുമില്ല, സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോണിൽ വേർ ഈസ് മൈ ട്രെയിൻ ആ ആപ്പില്ലേ, അതിൽ നോക്കിയപ്പോൾ 2 മണിയൊക്കെയാണ് ട്രെയിൻ വരികയെന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേഷനിൽ പോയി ചോദിച്ചപ്പോൾ 1:50 ട്രെയിനിൽ തന്നെ പറഞ്ഞ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും 1:50 ട്രെയിനിൽ നിന്നാണ് പറഞ്ഞത്. ആയി തന്നെ വന്നത്, സോറി. അപ്പോൾ ഇവിടെ ടോയ്ലറ്റ് കയറിയപ്പോൾ അവിടുത്തെ മിററിൽ
ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് മിറർ കിട്ടിയാൽ പിന്നെ നമ്മളങ്ങനെ വിടൂലല്ലോ, കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടല്ലേ പോരുള്ളൂ. അപ്പോൾ ഗൈസ് ട്രെയിനിൽ ഞങ്ങൾ അവിടെ ചെന്ന് ഇരുന്നതും ട്രെയിന് വന്ന് ഫസ്റ്റ് തന്നെ ഞങ്ങളാണ് കയറിയത്. ബറക്കത്ത്. പിന്നെ സീറ്റ് കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണി മേടിച്ചിരുന്ന് അത് കഴിച്ച് അവിടെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി പിന്നെ കഴിക്കാനുള്ള രീതിക്ക് വെച്ച് ആ ചിക്കൻ ബിരിയാണി എന്താ ലാഭായി. ഒരു പുഴുങ്ങിയ മുട്ട ഉണ്ടായിരുന്നു, ഫ്രൈ ചെയ്ത ചിക്കനും ഉണ്ടായിരുന്നു, അച്ചാറുണ്ട്, സ്പൂണുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ എങ്ങനെയാണ് തിരിക്കണമെന്നൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ആ കൈ ഉണ്ടല്ലോ, എഗ്ഗ് പുഴുങ്ങിയത് ഉമ്മ കൊണ്ടുപോയി, ബാക്കി ഞങ്ങൾ തിന്നു. അച്ചാറും അത്യാവശ്യം 1 രൂപ, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന 1 രൂപേൻ്റെ ആ ക്വാണ്ടിറ്റിയുള്ള അച്ചാർ തന്നെയായിരുന്നു. കുഴപ്പമില്ലാത്ത ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അവിടുന്ന് അങ്ങനെ ട്രെയിൻ തിരിക്കണതൊക്കെ ഞങ്ങൾ കണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇനി നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് പോവുകയാണ്. അവിടെ കുറേ നേരം ഞങ്ങൾ കെമിസ്ട്രി മൂവി നമ്മൾ പണ്ട് കണ്ടതാണ്, പിന്നെയും വെറുതെ ഇരുന്നപ്പോൾ കണ്ട് തീർന്നതിൻ്റെ ശേഷമാണ് വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂരിനോട് വിട പറഞ്ഞിട്ട് നമ്മളെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.